ഹലോ ഞാൻ ഓഡിബിൾ അല്ലേ? ഹലോ ഓഡിബിൾ ആണോ? അതെ. ഗുഡ് ഈവനിങ്. To read without reflecting is to eat without digesting. അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പം അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് വേണ്ട നറിഷ്മെന്റ്സ് ഒന്നും കിട്ടില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് വായിക്കുമ്പം അത് സമയമെടുത്ത് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ വായന ഇൻഎഫക്റ്റീവ് ആണ്. ഫ്രാൻസിസ് ബേക്കന്റെ ഈ ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ലിറ്റററി ലെൻസിന്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് വേണ്ടി ബുക്ക് റിവ്യൂ ചെയ്യുന്നത് 2nd സെമിസ്റ്റർ BEd സോഷ്യൽ സയൻസ് സ്റ്റുഡന്റ് ആയ ജാസ്മിൻ സുൽത്താനയാണ്. ജാസ്മിൻ സുൽത്താനയെ ഞാൻ റിവ്യൂക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സന. ഗുഡ് ഈവനിങ് ടു ഓൾ. എൻ്റെ പേര് ജാസ്മിൻ സുൽത്താന. ഞാൻ 2nd സെമിസ്റ്റർ BEd സോഷ്യൽ സയൻസ് സ്റ്റുഡന്റ് ആണ്. ഇവിടെ ഇപ്പോൾ കറണ്ട് പോയിട്ടുണ്ട്, അത് കാരണം എന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഇപ്പോ പോയിട്ടേ ഉള്ളൂ. ഓക്കെ. അപ്പം ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം തമിഴിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ജയമോഹന്റെ 100 സിംഹാസനങ്ങൾ എന്ന പുസ്തകമാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ തമിഴ് സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു നോവലാണിത്. റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്നു, വേറെ ലൈബ്രറിയിലൊക്കെ. പക്ഷെ അത് സമയക്കുറവ് കാരണം അങ്ങനെ അധികം പുസ്തകങ്ങളൊന്നും കിട്ടിയില്ല. സോ നമ്മളുടെ ലൈബ്രറിയിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ പുസ്തകം എടുത്തിട്ടുള്ളത്. ചെറിയൊരു നോവലാണ്. എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയ പുസ്തകമാണിത്. ഇതിന്റെ കവർ പേജ് കണ്ടിട്ടാണ് ഞാൻ ഇത് എടുത്തത്. എന്തോ ഒരു അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി ഇത് കണ്ടപ്പം. ഫസ്റ്റ് പേജ് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വളരെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, അടുത്തത് എന്തായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വളരെ എൻ്റെ ആകാംക്ഷയോട് 100% നീതി പുലർത്തിയ വളരെ മികച്ച ഒരു നോവലാണെന്ന് നിസ്സംശയം എനിക്ക് ഈ നോവലിനെ കുറിച്ച് പറയാനായിട്ട് കഴിയും. ജയമോഹനെ പറ്റി പറയാനാണെങ്കിൽ തമിഴ് സാഹിത്യത്തിൽ വളരെ പ്രശസ്തനാണ് ഇദ്ദേഹം. നിരവധി സാഹിത്യ നിരൂപണങ്ങൾ ഇദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു സാഹിത്യകാരൻ എന്നതിലുപരി ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തിരക്കഥാകൃത്ത് എന്ന നിലയിലാണ്. അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ കടവുൾ, ഒഴിവുമുറി, കടൽ തുടങ്ങിയ നിരവധി സിനിമകൾക്ക് ഇദ്ദേഹം തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം ഗാന്ധിയൻ സ്റ്റഡി നടത്തിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നിരവധി സാഹിത്യ നിരൂപണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നോവലിലേക്ക് വരികയാണെങ്കിൽ വളരെ ആഴത്തിലുള്ള ദർശനങ്ങളാണ് ഈ നോവല് നമുക്ക് കാണിച്ചു തരുന്നത്. ഐത്താചരണത്തിന്റെ പേരിൽ കേരളത്തിലെ വടക്കേ തെക്കേ ജില്ലകളിലും അതേപോലെ തമിഴ്നാട്ടിലെയുമുള്ള നായാടികൾ എന്ന വിഭാഗം അനുഭവിച്ചിട്ടുള്ള കൊടിയ പീഡനങ്ങളുടെയും അവരുടെ വേദനകളുടെയും യാതനകളുടെയും കഥ എണ്ണിപ്പറയുന്ന ഒരു മികച്ച നോവലാണ് ഇത്. ഇതിലെ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്നത് നായാടി വിഭാഗത്തിൽ നിന്ന് പഠിച്ച് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിട്ട് IAS ഉദ്യോഗസ്ഥനായിട്ടുള്ള ധർമ്മപാലൻ എന്ന വ്യക്തിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ഈ ഒരു കഥാപാത്രം അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളും അതുപോലെ വേദനകളും യാതനകളും ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ അത് നമ്മുടെ വേദനയായിട്ട് മാറുന്നുണ്ട്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നായാടി വിഭാഗം പോലുള്ള താഴ്ന്ന വിഭാഗങ്ങൾ അനുഭവിക്കുന്ന നീചത്വങ്ങളുടെയും അനാചാരങ്ങളുടെയും കഥ പറയുന്ന ഒരു നോവലാണിത്. ഈ നോവല് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറെ സാദൃശ്യം തോന്നിയ മറ്റൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ കുമാരനാശാന്റെ ദുരവസ്ഥയിലെ കുറച്ച് വരികളാണ്. തൊട്ടുകൂടാത്തോർ, തീണ്ടിക്കൂടാത്തോർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, തമ്മിലുണ്ണാത്തോർ, ഇങ്ങനെ ഒട്ടല്ലോ ജാതി കോമരങ്ങൾ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഈ വരികളോട് ഏറെ സാദൃശ്യമുണ്ട് ഈ നോവലിന്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ തഴയപ്പെട്ട ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് ഈ നോവലിൽ ഉടനീളം പറയുന്നത്. IAS ഓഫീസർ ആയിട്ടുള്ള നായാടി വിഭാഗത്തിൽ നിന്ന് പഠിച്ച് IAS ഓഫീസർ ആയിട്ടുള്ള ധർമ്മപാലൻ ഓഫീസിൽ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് കഥ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സഹായി ആയിട്ടുള്ള ഒരു കുഞ്ഞൻ നായർ അദ്ദേഹത്തോട് ഓടി വന്ന് പറയുകയാണ്, സാറിന്റെ അമ്മ അവിടെ കോട്ടാറുള്ള ഒരു ആശുപത്രിയിൽ വയ്യാതെ കിടക്കുന്നുണ്ട് എന്ന്.
അപ്പോൾ അദ്ദേഹം പറയാണ്, സാർ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഞാൻ വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് ധർമ്മപാലനായ IAS ഉദ്യോഗസ്ഥനോട് ഇദ്ദേഹം പറയുകയാണ്. അപ്പോ ധർമ്മപാലന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. അദ്ദേഹം പറയാണ്, വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം, നിങ്ങൾ പോണ്ട എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ്. ഇദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ആ ഓഫീസിലുള്ള മറ്റുള്ളവരൊക്കെ ഇദ്ദേഹത്തെ വളരെ പരിഹാസത്തോടെ പുച്ഛിച്ച് കളിയാക്കി ചിരിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹം താഴ്ന്ന ജാതിക്കാരനാണ്, നായാടി വിഭാഗത്തിൽപ്പെട്ടവനാണ്, ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു പിച്ചക്കാരിയാണ്. അങ്ങനെ ഇദ്ദേഹം കോട്ടാറിലുള്ള ആശുപത്രിയിൽ എത്തുകയാണ്. ഈ കോട്ടാറിലെ ആശുപത്രി എന്ന് പറയുന്നത് 4 ഷെഡുകളുള്ള ഒരു ആശുപത്രിയാണ്. ഇതിന് വലിയ ആശുപത്രി എന്നൊന്നും പറയാൻ പറ്റില്ല, വെറും 4 ഷെഡുകളുള്ള ഒരു കെട്ടിടം. ഇതിൽ 3-മത്തെ ഷെഡിലാണ് ധർമ്മപാലന്റെ അമ്മ വയ്യാതെ കിടക്കുന്നത്. ആ ഷെഡിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ നിലയിലാണ് ആ ഷെഡ് കിടക്കുന്നത്. വളരെ വൃത്തിഹീനമായ നിലയിലാണ്, താഴത്ത് പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. ഇതിനിടയിൽ അമ്മ ഏകദേശം പൂർണ്ണ നഗ്നയായിട്ടാണ് കീറിപ്പറിഞ്ഞ ദേഹത്തോടെ കിടക്കുന്നത്. ദേഹത്തും മുഖത്തും എല്ലാം വ്രണങ്ങളും പൊട്ടിയൊലിച്ച ചൊറികളും എല്ലാം ഉണ്ട് എന്നാണ് ഇതിൽ ജയമോഹൻ എഴുതിയിട്ടുള്ളത്. അത്രയ്ക്കും വളരെ ദയനീയമായ അവസ്ഥയിലാണ് ധർമ്മപാലൻ തന്റെ അമ്മയെ കണ്ടത്. അങ്ങനെ ഇത് കണ്ടിട്ട് ധർമ്മപാലന് ദേഷ്യം വന്നിട്ട് ഡോക്ടറോട് പറയാണ്, എന്താണ് ഇങ്ങനെ, ഈ ആശുപത്രിയുടെ അവസ്ഥ എന്താണ് ഇന്നിങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ മാണിക്യം എന്ന് പേരുള്ള ആ ഡോക്ടർ വളരെ പ്രയാസത്തോടെ സങ്കടത്തോടെ ഇദ്ദേഹത്തോട് പറയാണ്, സാർ, ഞാൻ SC വിഭാഗത്തിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ടുള്ള ഒരു വ്യക്തിയാണ് സാർ. ഇത്തരത്തിലുള്ള മോർച്ചറികളിലും ഇത്തരം വൃത്തിഹീനമായ ഷെഡുകളിലുമാണ് എനിക്ക് ജോലി ഇന്നേ വരെ കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഇതുവരെ ഇരിക്കാൻ ഒരു കസേര പോലും ലഭിച്ചിട്ടില്ല. 18 വർഷമായി ഞാൻ സർവീസിൽ കയറിയിട്ട്. ഇന്ന് വരെ എനിക്കൊരു പ്രൊമോഷൻ പോലും ലഭിച്ചിട്ടില്ല സാർ. സാർ, ഞാൻ ഇവിടുത്തെ ഒരു തോട്ടി ഡോക്ടറാണെന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. വളരെ സങ്കടത്തോടെ കരച്ചിലിന്റെ വക്കത്തെത്തിക്കൊണ്ട് ഈ മാണിക്യം എന്ന ഡോക്ടർ നമ്മുടെ ധർമ്മപാലൻ എന്ന IAS ഉദ്യോഗസ്ഥനോട് പറയുകയാണ്. അപ്പോൾ ധർമ്മപാലൻ പറയുന്ന ഒരു മറുപടി ഉണ്ട്. വളരെ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ടാണ് താങ്കൾ പഠിച്ചതെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ IAS-ലെ തോട്ടിയാണ്. വളരെ വളരെ അർത്ഥതലങ്ങൾ സംവേദനം ചെയ്യുന്ന ഒരു വാക്യമാണ്. ഞാൻ IAS-ലെ തോട്ടിയാണ്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഞാൻ IAS-ലെ തോട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ധർമ്മപാലൻ ആ ഡോക്ടറോട് പറയുകയാണ്. ഈ ശരീരം കണ്ടോ, ഇതിലോടുന്ന ചോര മുഴുവൻ പിച്ചിയെടുത്ത് ഉണ്ട ചോറിൽ ഊറിയതാ. അത് എനിക്ക് മറക്കാനാവില്ല. ഞാൻ മറന്നാലും എനിക്ക് പിച്ചയിട്ട ഒരാളും അത് മറക്കില്ല. മറക്കണമെങ്കിൽ മുഴുവൻ ചോരയും കീറി പുറത്തെടുക്കണം. വേറെ വല്ല നല്ല രക്തവും കുത്തിക്കയറ്റണം. പുലി, നായ, കഴുത, അങ്ങനെ വല്ല അന്തസ്സുള്ള ജീവിയുടെയും രക്തം. ഇവിടെ മൃഗങ്ങളുടെ വില പോലും ഒരു നായാടി സമൂഹത്തിൽപ്പെട്ടവന് സമൂഹം നൽകുന്നില്ല എന്നുള്ള ഒരു പച്ചയായ സത്യമാണ് ഇതിലൂടെ ധർമ്മപാലന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ശേഷം അദ്ദേഹം തന്റെ അമ്മയെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടറോട് പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനാണല്ലോ, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ വില ഉണ്ടാകും. അങ്ങനെ അദ്ദേഹത്തിന്റെ അമ്മയെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. മാറ്റിയതിനു ശേഷം അദ്ദേഹം തന്റെ അമ്മയുടെ കൂടെ ഇരിക്കുകയാണ്. ഇരുന്നു കൊണ്ട് തന്റെ പൂർവ്വകാലം, തന്റെ കഴിഞ്ഞു പോയ കാലം അദ്ദേഹം ആലോചിച്ചെടുക്കുകയാണ്. അദ്ദേഹം പണ്ട് തന്റെ 7 വയസ്സ് വരെ തിരുവനന്തപുരം നഗരത്തിൽ അമ്മയോടൊപ്പം ഭിക്ഷ യാചിച്ച് നടന്നിരുന്ന ഒരാളാണ്. ചൊറിയും ചിരങ്ങുമായി വ്രണങ്ങളുമായി വൃത്തിഹീനമായിട്ട് നടന്ന തന്റെ ബാല്യം അദ്ദേഹം ആലോചിക്കുകയാണ്. ഇതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ സിവിൽ സർവീസ് ഇന്റർവ്യൂയുടെ ആ ഒരു കാര്യം അദ്ദേഹം ആലോചിക്കുകയാണ്. ആ സമയത്ത് ഇന്റർവ്യൂവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ നായാടി വിഭാഗം എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം കാണാതെ പഠിച്ച ഒരു കാര്യം അതുപോലെ പറയുന്നുണ്ട്. നായാടികൾ എന്ന് പറയുന്നത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കുറവരാണ്. ഇവരെ കണ്ടാൽ അയിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇവർ പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാറില്ല. ഇവർ പകൽ സമയങ്ങളിൽ കുഴികൾ കുത്തി അതിൽ പന്നികളെ പോലെ തന്റെ കുഞ്ഞുങ്ങളെ എടുത്ത് ഒളിച്ചിരിക്കാറാണ് പതിവ്. രാത്രി സമയങ്ങളിലാണ് ഇവർ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അവർ കയ്യിൽ കിട്ടുന്ന എന്തിനേയും ഭക്ഷിക്കും. അതിപ്പോൾ ചത്ത മൃഗങ്ങളാവട്ടെ,
മറ്റ് വൃത്തിഹീനമായ ഭക്ഷണമാകട്ടെ കയ്യിൽ കിട്ടുന്ന എന്തിനേയും അവർ കഴിക്കുമായിരുന്നു. ഇവരെ മൂദേവിയുടെ അംശമായിട്ടാണ് പൊതുവെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മൃഗതുല്യരായിട്ടാണ് ഇവരെ മറ്റ് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവർ പൊതുവെ കുറിയരും കറുത്തവരുമായിരുന്നു. ഇവർക്ക് നീണ്ട പല്ലുകളും വെളുത്ത കണ്ണുകളുമായിരുന്നു എന്നാണ് നായാടി വിഭാഗം എന്താണെന്ന ചോദ്യത്തിന് ഇദ്ദേഹം ഇന്റർവ്യൂ ബോർഡിന് നൽകിയ മറുപടി. ശേഷം വീണ്ടും അദ്ദേഹം ആലോചിക്കുകയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹത്തിന്റെ അമ്മ ഒരു മാനസിക രോഗിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഇദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വലിയ വിശപ്പായിരുന്നു. ഇവർ ഭിക്ഷ എടുത്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എവിടെയോ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഇദ്ദേഹവും അമ്മയും കൂടി വരികയാണ്. അന്ന് ഈ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിട്ടുള്ള പ്രജാനന്ദൻ ഒരു ആശ്രമം നടത്തി വരുന്നുണ്ടായിരുന്നു. അവിടെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കുട്ടികളെയാണ് അവര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുട്ടികള് പഠിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു വരുന്നത്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടായിരുന്നു അത്തരം കുട്ടികൾ വരുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തരം വരുന്ന കുട്ടികളെ ഇവർ കുളത്തിൽ കുളിപ്പിച്ച് വ്രണങ്ങളിലൊക്കെ മരുന്ന് തേച്ച് പുരട്ടി വൃത്തിയാക്കി എടുക്കുമായിരുന്നു. അത്തരത്തിൽ ധർമ്മപാലനെയും ഇവര് കുളത്തിൽ കുളിപ്പിച്ചിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ധർമ്മപാലൻ അവിടെ നിന്നൊക്കെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അവർ ഇദ്ദേഹത്തിന്റെ പുറകെ പോയിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ വൃത്തിയാക്കി കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഒരു നേരത്തെ ഈ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം ആശ്രമത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് വിശപ്പിനെ വളരെ വികാരതീതമായിട്ടാണ് ജയഗോപൻ അവതരിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ വിശപ്പായിരുന്നു, വിശപ്പിന്റെ ആന, വിശപ്പിന്റെ കടൽ, ചോറും ഞാനും മാത്രം എന്നൊക്കെ പറയുന്ന കുറെ വരികൾ ഇതിലുണ്ട്. അങ്ങനെ പൊതുവെ പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു ധർമ്മപാലൻ. അതുകൊണ്ട് തന്നെ ധർമ്മപാലനെ ആശ്രമത്തിലുള്ള സ്വാമിമാര് പാലക്കാട് ഒരു സ്കൂളിലേക്ക് അയച്ചിട്ട് പഠിക്കാൻ വിടുകയാണ്. പക്ഷെ ധർമ്മപാലൻ ആശ്രമത്തിലേക്ക് വരുമ്പോഴെല്ലാം തന്നെ അമ്മ പുറത്തിരുന്ന് ആശ്രമത്തിന്റെ ചുറ്റും കറങ്ങി തിരിഞ്ഞു നടന്ന് എൻ്റെ മകനെ വിട്ടതായോ, എൻ്റെ മകനെ ഒന്നും ചെയ്യല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ട് ആശ്രമത്തിന്റെ പുറത്ത് ഇരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്വാമിമാര് ഇദ്ദേഹം പഠിക്കുന്നത് കൊണ്ട് തന്നെ പാലക്കാട് സ്കൂളിലേക്ക് അയച്ചത് മൂലം അമ്മയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും ധർമ്മപാലന് ഉണ്ടാവുന്നില്ല. അദ്ദേഹം അമ്മയെ കുറിച്ച് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് പോലുമില്ല. അങ്ങനെ അദ്ദേഹം പഠിക്കുന്നു, ഡിഗ്രി പാസ്സാവുന്നു, ശേഷം MA പാസ്സാവുന്നു. ഈ ഒരു സമയത്ത് അദ്ദേഹം സിവിൽ സർവീസിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് അദ്ദേഹം തന്റെ സ്വാമിയായിട്ടുള്ള ഗുരുവായിട്ടുള്ള പ്രജാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സമയത്താണ് പ്രജാനന്ദൻ അദ്ദേഹത്തോട് പറയാണ്, നീ നിന്റെ അമ്മയെ നോക്കണം, അവളെ ഒരിക്കലും കൈവിട്ട് കളയരുത്. ഞാനും നീയും അവളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ അമ്മയുടെ അനുവാദം കൂടാതെയാണ് പാലക്കാട് സ്കൂളിലേക്ക് ധർമ്മപാലനെ ആശ്രമത്തിലുള്ള ആളുകൾ അയച്ചിട്ടുള്ളത്. അത് കാരണം ദിവസങ്ങളോളം കരഞ്ഞു നടന്നിട്ടുണ്ട് ആ ആശ്രമത്തിന് ചുറ്റും ഈ അമ്മ. അത് അവളോട് ചെയ്യുന്ന വലിയൊരു പാപമാണെന്ന് ഗുരു ധർമ്മപാലനോട് പറയുകയാണ്. അപ്പോൾ ആ സമയം തന്നെ അവിടെ ധർമ്മപാലൻ അമ്മയെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. പിന്നീട് അദ്ദേഹം ഓർക്കുന്നത് തന്റെ സിവിൽ സർവീസ് ഇന്റർവ്യൂയുടെ കാര്യമാണ്. ഇന്റർവ്യൂവിലുടനീളം അവര് ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജാതിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ഊഹചോദ്യം ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുകയാണ്, ഒരു ഭാഗത്ത് ന്യായവും ഒരു ഭാഗത്ത് നായാടിയുമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഏതാണ്? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വിധി പറയാനുള്ള ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വിധിയായിരിക്കും, നിങ്ങൾ ആരുടെ ഒപ്പമായിരിക്കും നിൽക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഉലഞ്ഞുകൊണ്ടാണ് മറുപടി പറയുന്നത്, ഞാൻ തീർച്ചയായിട്ടും നായാടിയുടെ ഒപ്പമാണ് നിൽക്കുക. കാരണം ധർമ്മം എന്നത് സമത്വമാണ്. അത്തരത്തിൽ സമത്വം നോക്കുകയാണെങ്കിൽ അവിടെ ഒരു നായാടി തന്നെയായിരിക്കും നിരപരാധി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. പിന്നീട് സിവിൽ സർവീസ് എക്സാമിന്റെ ട്രെയിനിങ്ങിന്റെ ഒക്കെ സമയത്ത്, ഉപരിപഠന സമയത്ത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത്
വലിയ തരത്തിലുള്ള അനീതിയാണ് അദ്ദേഹം നേരിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പോലും അദ്ദേഹത്തോട് വലിയ തരത്തിലുള്ള വിവേചനമാണ് കാണിച്ചിരുന്നത്. ടോയ്ലറ്റിൽ പോകാൻ കൂടെ അദ്ദേഹത്തെ മറ്റുള്ളവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് തന്റെ മലമൂത്ര വിസർജനമൊക്കെ റെയിൽപാളങ്ങളിലും അങ്ങനെ ഒഴിഞ്ഞ സ്ഥലത്തുമായിട്ടാണ് അദ്ദേഹം നടന്നിരുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ പോലും തന്നെ മാറ്റി നിർത്തപ്പെട്ടു എന്ന് വളരെ വേദനയോടെയാണ് അദ്ദേഹം കുറിച്ചിടുന്നത്. അങ്ങനെ അദ്ദേഹം സിവിൽ സർവീസ് എക്സാമിൽ പാസ്സായിട്ട് IAS ഉദ്യോഗസ്ഥനായിട്ട് ആദ്യമായിട്ട് മധുരയിലാണ് ജോലി ചെയ്യുന്നത്. മധുരയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പോലീസുകാരെ അയച്ചുകൊണ്ട് തന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രണയം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഈ നോവൽ വായിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് പ്രണയമൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ വായിക്കുക. നല്ലൊരു പ്രണയ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. സുധ എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്. അവർക്കൊരു മകൻ ജനിക്കുന്നു. പ്രേം എന്നാണ് ആൺകുഞ്ഞിന്റെ പേര്. അങ്ങനെ വളരെ നല്ല രീതിയിൽ ജീവിച്ചു പോരുകയായിരുന്നു. അങ്ങനെ മധുരയിൽ ജോലി കിട്ടിയ സമയത്ത് തന്റെ അമ്മയെ പോലീസുകാരെ അയച്ച് കണ്ടെത്തുന്നുണ്ട്. പോലീസുകാര് കണ്ടെത്തി കൊണ്ടുവരുന്ന സമയത്ത് ഇത് തന്റെ ആണോ എന്ന് പോലും അദ്ദേഹം സംശയിച്ചു പോയി. വളരെ മോശമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അമ്മയെ കണ്ടിരുന്നത്. ഏറെക്കുറെ നഗ്നയായിട്ട് തന്നെ, വൃത്തിഹീനമായിട്ട് തന്നെ, വ്രണങ്ങളും ദേഹമാസകല മുറിവുകളും വ്രണങ്ങളുമായിട്ട് തന്നെയായിരുന്നു അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞു, അമ്മേ, ഞാൻ അമ്മയുടെ മകനാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് കാപ്പൻ എന്നാണ്. ആശ്രമത്തിലെ സ്വാമിമാരാണ് അദ്ദേഹത്തിന് ധർമ്മപാലൻ എന്ന് പേരിട്ടിട്ടുള്ളത്. അമ്മയുടെ മകൻ കാപ്പനാണ്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോ ആ പാവം അമ്മ കൈകൊപ്പിക്കൊണ്ട് പറയുന്നത്, തമ്പ്ര, എന്നെ ഉപദ്രവിക്കല്ലേ തമ്പ്ര, പസിക്കത് തമ്പ്ര എന്നാണ് പറയുന്നത്. ഇത് ഒരു തമിഴ് സാഹിത്യമായതുകൊണ്ട് തന്നെ കൂടുതൽ തമിഴ് ഡയലോഗുകൾ ഇതിൽ ഒരുപാട് ഉണ്ട് കേട്ടോ. അങ്ങനെ ധർമ്മപാലൻ എത്ര താൻ മകനാണെന്ന് പറഞ്ഞിട്ടും അത് ആ അമ്മയ്ക്ക്, പാവം പിടിച്ച അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവസാനം അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. തന്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്ന ഭാഷ എന്നത് വിശപ്പിന്റെ ഭാഷയാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരുപാട് ഫുഡ് തന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. അത് വളരെ ആർത്തിയോടെ, വിശപ്പോടെയാണ് അമ്മ കഴിക്കുന്നത്. ശേഷം അമ്മയുടെ 2 കൈകളും എടുത്ത് തന്റെ മുഖത്ത് വെച്ചുകൊണ്ട് ധർമ്മപാലൻ പറയുകയാണ്, അമ്മേ, ഇത് അമ്മയുടെ മകൻ കാപ്പനാണ്, എന്നെ മനസ്സിലായില്ലേ? അപ്പോ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളുടെ പാടുകളിലൂടെ ഒക്കെ തൊട്ട് നോക്കിയിട്ട് ആ അമ്മ മനസ്സിലാക്കുകയാണ്, ഇതെന്റെ മകൻ കാപ്പനാണ്. അപ്പൊ അമ്മ അലറി വിളിച്ച് പറയാണ്, കാപ്പ, മകനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു രംഗമാണിത്. എല്ലാവരും അത് വായിക്കുക. പിന്നെ അപ്പോ അദ്ദേഹത്തോട് അമ്മ പറയുകയാണ്, മകനെ, നീ ഈ ഉദ്യോഗം വിട്ടിട്ട് തമ്പ്രാക്കന്മാരുടെ കസാര നമുക്ക് വേണ്ട, ഈ കുപ്പായം നമുക്ക് വേണ്ട, നമുക്ക് ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകാം, നമുക്ക് ഭിക്ഷ തെണ്ടി ജീവിക്കാം എന്ന് അമ്മ അലറി വിളിച്ചുകൊണ്ട് പറയുകയാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ. അദ്ദേഹം വളരെ പാടുപെട്ട് അമ്മയെ തന്റെ കൂടെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ യാതൊരു വിധത്തിലും അദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. അമ്മ അങ്ങനെ ഒരു രീതിയിലല്ലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ അമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വെളുത്തിട്ടാണ്, അതുകൊണ്ട് തന്നെ വെളുത്ത പട്ടി എന്നൊക്കെ പ്രയോഗങ്ങൾ, വളരെ ചീത്ത വാക്കുകളാണ് അദ്ദേഹത്തിന്റെ അമ്മ, ധർമ്മപാലന്റെ ഭാര്യയായ സുധയെ വിളിക്കുന്നത്. അതുപോലെ വീട് മൊത്തം അവർ വൃത്തികേടാക്കി വെക്കുന്നുണ്ട്, ബഹളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എങ്കിലും തന്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം മൂലം ധർമ്മപാലൻ ഇതെല്ലാം കണ്ണടക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തിന്റെ കുഞ്ഞുമായിട്ട് കടന്നു കളയുകയാണ്, കാണാതാവുന്നു. ഇദ്ദേഹം പോലീസിനെയൊക്കെ അയച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ തെരഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഹോട്ടലിന്റെ പുറകുവശത്തുള്ള ചവറ്റുകൂനയിൽ നിന്നും അമ്മയെയും കുഞ്ഞിനെയും കണ്ടെത്തുകയാണ്. ഇതിനകം തന്നെ അമ്മ ചവറ്റുകൂനയിലുള്ള വൃത്തിഹീനമായ ഭക്ഷണം ആ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് വലിയ രീതിയിലുള്ള അസുഖം പിടിപെട്ട് മരണത്തിന്റെ വക്കത്ത് എത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ധർമ്മപാലൻ തന്റെ അമ്മയെ പൊടി ഭ്രാന്തി എന്ന് പറഞ്ഞ് വടിയെടുത്ത് ആട്ടിപ്പായിക്കുന്ന ഒരു രംഗം ഈ നോവലിലുണ്ട്. അത് നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് ഒരു കണ്ണീരില്ലാതെ വായിച്ചു തീർക്കാൻ കഴിയില്ല, അത്രക്കും ഹൃദയ സ്പർശിയായിട്ടുള്ള ഒരു ഭാഗമാണത്. അതിനുശേഷം പിന്നെ ധർമ്മപാലൻ തന്റെ അമ്മയെ വൃദ്ധസദനത്തിലേക്കും മറ്റു ആശ്രമങ്ങളിലേക്കും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അമ്മ അതിനൊന്നും കൂട്ടാക്കുന്നില്ല. അവർ അവിടങ്ങളിൽ നിന്നുമെല്ലാം ഓടിപ്പോവുകയാണ് ചെയ്തത്. പിന്നീട് ധർമ്മപാലൻ അമ്മയെ കാണുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഇതിന്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്, ഇതിന്റെ കഥയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ഭാഗമാണ്. അത് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും
അതിൻ്റെതായ ഒരു രീതിയിൽ ആർക്കും എത്തില്ല എന്നതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ വായിക്കണം. പിന്നെ ഈ നോവലിൽ എടുത്തു പറയാനുണ്ടെങ്കിൽ ഇതിന്റെ ആഖ്യാന ശൈലി, അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത്രയും നമുക്ക് കുറിക്കൊള്ളുന്ന, നമ്മളുടെ എവരെയും മനസ്സിൽ തട്ടുന്ന ഒരു ഭാഷയാണ് അദ്ദേഹം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ പ്രമേയം കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും വായനക്കാരെ പിടിച്ചു ഇരുത്തുന്ന ഒരു വായനയാണ് നമുക്ക് ഈ നോവലിലൂടെ ലഭിക്കുന്നത്. ഇതിലെ ചില വാക്കുകൾ ഞാനിങ്ങനെ വായിക്കുമ്പോൾ വരയിട്ട് പോയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും നമുക്ക് വികാരഭരിതമായി തോന്നുന്ന വാക്കുകളാണ് ഇതിലുള്ളത്. ഇതിൽ അദ്ദേഹം തന്റെ അവസ്ഥ, ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തെ അവസ്ഥ പറയാൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കറുത്ത ചെറിയ എലിയാണ്. എലിയുടെ ദേഹത്തിലും നോട്ടത്തിലും ചലനങ്ങളിലും ശബ്ദത്തിലും ഒക്കെ ഒരു ക്ഷമാപണമുണ്ട്. ഒന്ന് ജീവിച്ചോട്ടെ എന്ന മട്ടുണ്ട്. കാലുകൾക്ക് താഴെയാണ് അതിന്റെ ലോകം, ചവറുകളിലാണ് അതിന്റെ ജീവിതം. എലിയുടെ നട്ടെല്ല് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും. നട്ടെല്ല് വളയ്ക്കേണ്ട കാര്യമില്ല, വളച്ചു തന്നെയാണ് ദൈവം കൊടുത്തിട്ടുള്ളത്. ഇത്ര മനോഹരമായ ഉപമയാണ് തന്റെ നായാടി സമൂഹത്തിൽപ്പെട്ടവരെ ഒരു എലിയുടെ ജീവിതത്തോടാണ് അദ്ദേഹം ഉപമിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഇതൊരു തമിഴ് നോവലാണ്. ദക്ഷിണേന്ത്യൻ സാഹിത്യ ലോകത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് കോപ്പികൾ വിറ്റഴിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു നോവലാണിത്. തമിഴ് സാഹിത്യത്തിൽ ഇന്നും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവലാണിത്. പല ദളിത് സംഘടനകളും ഇത് പ്രത്യേകം കോപ്പി ചെയ്ത് വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന നോവൽ എന്ന് തന്നെ ഈ നോവലിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ നിറം ചർച്ചയാകുന്ന സാമൂഹിക വ്യവസ്ഥിതിയിൽ നമ്മളുടെ കറുപ്പ് എപ്പോഴും അവഗണിക്കപ്പെടുന്ന ഈ ഒരു സാമൂഹിക സ്ഥിതിയിൽ ഈ നോവല് സംവേദനം ചെയ്യുന്ന അർത്ഥതലങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇന്നും താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെ അല്ലെങ്കിൽ നായാടി സമുദായത്തിൽപ്പെട്ടവനെ ഉൾക്കൊള്ളാൻ സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ് ഈ നോവല് വരച്ചു കാട്ടുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ദുരഭിമാന കൊലകളും ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും വെറികളുടെയും നിറികൊട്ട കൊലകൾ നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഈ അടുത്ത കാലത്തായിട്ട് രോഹിത് വെമുലയുടെ കേസ് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദളിത് കൊലപാതകങ്ങൾ കൂടി വരികയുമാണ്. IIT, JNU പോലുള്ള വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെയധികം ലജ്ജാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ചുറ്റും ആയിരമല്ല പതിനായിരക്കണക്കിന് ധർമ്മപാലന്മാർ, കാപ്പന്മാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിലുള്ളവരുടെ വേദനകളും യാതനകളുമാണ് ഈ നോവലിൽ ഉടനീളം എഴുത്തുകാരൻ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എല്ലാവരും ഈ നോവൽ വായിച്ചിരിക്കണം. ഈ നോവൽ വായിക്കുന്നതോടുകൂടി എല്ലാവരുടെയും മനസ്സിലും ധർമ്മപാലനും കാപ്പനും അമ്മയും പ്രേമും സുധയും മാണിക്യവും എല്ലാം അതേപോലെ നിൽക്കും എന്നതാണ്. ഈ കഥാപാത്രങ്ങളൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകില്ല. അത്തരത്തിലുള്ളൊരു വൈകാരികത ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ നോവൽ വായിക്കുക. നമ്മുടെ ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. ഇത്രയും നല്ലൊരു പുസ്തകം ലൈബ്രറിയിൽ ഉണ്ട് എന്ന് ഇപ്പോൾ വായിക്കാൻ കയറിയപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണം. ഇന്നലെ ക്ലൈമാക്സ് വളരെ വലിയൊരു എന്താ പറയാ, അർത്ഥങ്ങൾ പറയുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തെ ഒരു വരി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അതെ, പ്രജാനന്ദൻ പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കണം. ഈ ഭിക്ഷക്കാരി തള്ളയെ കുഴിച്ചിട്ട് ഇവരുടെ ഹൃദയം അതിന്റെ എല്ലാ വിശപ്പുകളും ശമിച്ച് ദ്രവിച്ച് മണ്ണായി മാറണമെങ്കിൽ എനിക്കിനിയും 100 സിംഹാസനങ്ങൾ വേണം. ഈ 100 സിംഹാസനങ്ങൾ എന്ന ഈ ഒരു ബുക്കിന്റെ തലക്കെട്ട് തന്നെ വലിയ തരത്തിലുള്ള സാമൂഹ്യ ചിന്തകളും മറ്റും ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു തലക്കെട്ടാണ്. എനിക്കിനിയും 100 സിംഹാസനങ്ങൾ വേണം എന്നതിൽ തന്നെ ഈ നോവലിന്റെ ഒരു കാതൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് എല്ലാവരും ഈ നോവൽ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. അത് നിങ്ങൾക്ക് വലിയൊരു അസറ്റ് തന്നെ ആവുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു ജാസ്മിൻ. കറണ്ട് ഇല്ലാഞ്ഞിട്ടും ഈ പ്രതികൂല സാഹചര്യത്തിലും നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയതിൽ ഒരുപാട് നന്ദി.
നല്ല ഒരു റിവ്യൂ ആയിരുന്നു. എനിക്ക് ഒന്നും കൂടി ഇഷ്ടമായത് ജാസ്മിൻ്റെ പ്രസൻറ്റേഷനാണ്. ജാസ്മിൻ്റെ പ്രസൻറ്റേഷൻ കൂടി വന്നപ്പോൾ ബുക്ക് വായിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി. നല്ല ഒരു ലാംഗ്വേജ് ആയിരുന്നു ജാസ്മിൻ യൂസ് ചെയ്തത്. ഇപ്പം ഇന്നും ഇപ്പം നമ്മുടെ വേൾഡ് ഒരുപാട് രീതിയിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ, ടെക്നോളജിക്കലി ഫിനാൻഷ്യലി ഒക്കെ തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇപ്പോഴും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കളറിൻ്റെ പേരിൽ, റേസിൻ്റെ പേരിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ പേരിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഡിസ്ക്രിമിനേഷൻ. അപ്പം അത് നല്ല രീതിയിലാണ് ആ ബുക്കിൽ പോർട്രേ ചെയ്തിട്ടുള്ളത്. അത് ജാസ്മിൻ്റെ പ്രസൻറ്റേഷനിലൂടെ മനസ്സിലായി. താങ്ക് യു. ഇനി ഞാൻ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് മേഘ ജയറാമിനെ വെൽക്കം ചെയ്യുന്നു. ഹലോ, ഞാൻ മേഘ. ജാസ്മിൻ്റെ റിവ്യൂ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ജാസ്മിൻ റിവ്യൂ പറയുമ്പോൾ നോവൽ കറക്റ്റായിട്ട് ഇമാജിൻ ചെയ്ത് പോകാനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ അതിൽ ഡയലോഗ്സ് ഇടയ്ക്ക് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ ഒരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിനും ഒരു ഷോർട്ട് റിവ്യൂ തന്നതിനും താങ്ക് യു ജാസ്മിൻ. താങ്ക് യു മേഘ. അടുത്തതായി ഫീഡ്ബാക്ക് പറയാൻ ഞാൻ സുഭദ്രയെ ക്ഷണിക്കുന്നു. ഹലോ ഹലോ സുഭദ്ര. കേൾക്കുന്നുണ്ട്. ജാസ്മിൻ്റെ പ്രസന്റേഷൻ നന്നായിരുന്നു. വളരെ ലളിതമായ ഭാഷയിലാണ് ജാസ്മിൻ പ്രസന്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് ജാസ്മിൻ ആ ബുക്കിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ലൈൻസും റീഡ് ചെയ്തത് ഞങ്ങൾക്ക് ഒന്നും കൂടി ബുക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഓരോരോ തീംസും ആ മദറിന്റെ ഒരു ഫീലിംഗ്, ധർമ്മപാൽ എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കോളേജിൽ ലൈബ്രറിയിൽ ബുക്ക് അവൈലബിൾ ആണെന്ന് അറിഞ്ഞു. സോ ക്ലൈമാക്സ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി എന്തായാലും ഈ ബുക്ക് വായിക്കും. താങ്ക് യു ജാസ്മിൻ ആൻഡ് യു ഡേ ഗ്രേറ്റ് ഓഫ് ഡിയർ. താങ്ക് യു. ഇനി ആർക്കെങ്കിലും താങ്ക് യു സുഭദ്ര. താങ്ക് യു സോ മച്ച്. Am I audible? യെസ് യെസ്. സജിനയാണ്. റിവ്യൂ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആദ്യം പോസ്റ്ററിൽ ഈ പേര് കണ്ടപ്പോൾ തന്നെ ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് വായിക്കണം എന്നുള്ള ഒരു റിവ്യൂ കേൾക്കണം എന്നുള്ള ഒരു ആകാംക്ഷയിലായിരുന്നു. അവളെ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ ലളിതമായ ഭാഷയിൽ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി. എല്ലാവരിലും ഇപ്പോ ആ പ്രണയത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതുപോലെ കഥാപാത്രവും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം എല്ലാം ഒരു ട്വിസ്റ്റ് ഇട്ടുകൊണ്ട് നമ്മൾക്ക് വായിക്കാൻ വേണ്ടി വിട്ടു തന്നു. അപ്പോൾ എല്ലാവർക്കും ആ പുസ്തകം ഇനിയും വായിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെ മനസ്സിൽ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു സജിന. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയണം എന്നുണ്ടോ? എനിക്ക് ഫീഡ്ബാക്ക് അല്ല പറയാനുള്ളത്, ഒരു കാര്യം ചോദിക്കാനാണ് ജാസ്മിനോട്. ഈ ജയമോഹൻ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ ശരിക്ക് തമിഴ് ഒറിജിനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷ, അദ്ദേഹം മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയെ നമ്മൾ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യാസം? സാധാരണ ഒരു മലയാളി എഴുത്തുകാരൻ എഴുതുന്ന ആ രീതിയിലേക്കാളും ഒരു മുന്നിട്ട് നിൽക്കുന്ന പോലെയാണോ, മികച്ചു നിൽക്കുന്ന പോലെയാണോ, അതെന്തെങ്കിലും പോരായ്മകൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും യാതൊരു തരത്തിലുള്ള പോരായ്മകളും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, വായിച്ചു പോകുമ്പോൾ ഒരു വാക്കുകളും വരയിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം അത് അത്രയും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ നായാടി വിഭാഗത്തിൽപ്പെട്ടവരുടെ ജീവിതം ഒരു എലിയോടും തൻ്റെ രക്തം മൊത്തം മരിച്ചൂറ്റി ഒരു മൃഗത്തിന്റെ രക്തം കയറ്റണം എന്ന് തുടങ്ങിയിട്ടുള്ള അത്തരം വേർഡ്സ് നമ്മുടെ വലിയ രീതിയിൽ അതിശയോക്തി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ചിന്തിപ്പിക്കുന്നതുമാണ്. അപ്പൊ അത്തരത്തില് വളരെ മികച്ച ലാംഗ്വേജ് ആണെന്ന് അദ്ദേഹത്തിന്റെ നിസ്സംശയം പറയാൻ കഴിയും. നമ്മളുടെ മലയാളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന എഴുത്തുകാരുടെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മികച്ച ഒരു എഴുത്തായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലാംഗ്വേജിനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പുസ്തകത്തിന് പ്രത്യേകത കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു പുസ്തകമായിട്ടാണ്. ആർക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒരു കോപ്പിറൈറ്റ് ഇല്ല ഈ പുസ്തകത്തിന്.
പിന്നെ അതുപോലെ ഇതിന്റെ കൂടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, നായാടി കോളനി എന്ന് പറയുന്ന ഒരു സ്ഥലം നമ്മുടെ പൊന്നാനി പ്രദേശത്തുണ്ട്. പലർക്കും അറിയുന്നുണ്ടാവും, കടപ്പുറം ഭാഗത്ത് താമസിക്കുന്നവർക്ക് അറിയുന്നുണ്ടാവും. നായാടി കോളനിയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ് നമ്മുടെ ഈ പൊന്നാനി മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം. അദ്ദേഹം നായാടി കോളനിയിൽ നിന്ന് ഉദിച്ചു വന്നൊരു നക്ഷത്രമാണ്. അപ്പോൾ പറ്റുമെങ്കിൽ നമുക്കൊക്കെ പറ്റുമെങ്കിൽ ആ സ്ഥലമൊക്കെ ഒന്ന് സന്ദർശിക്കാൻ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി, നമ്മുടെ സിലബസിന്റെ ഭാഗമായിട്ട് ഒന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. കുറെ മുന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഈ വയനാട് പോകുന്നതിന് മുമ്പ് വയനാട്ടിലും ഈ നമ്മളുടെ ഈ കൾച്ചറൽ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി വയനാട് പോകുന്നതിന് പകരം നമുക്കൊരു ദിവസമൊക്കെ ഈ നായാടി കോളനിയൊക്കെ സന്ദർശിക്കാവുന്നതാണ്. അവരുടെ ജീവിത രീതിയും ഈ പറഞ്ഞ പോലെ അവര് മറഞ്ഞിരിക്കുന്ന രീതിയിലാണ്. പുറത്തേക്ക് അങ്ങനെ സാധാരണഗതിയിൽ അവർ വരാറില്ല. അപ്പോ നമ്മളവിടെ പോയിട്ട് ഒരു കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നന്നാവും. ഇതിലുള്ള ഈ കഥയുടെ ഒരു നേർചിത്രം നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. അപ്പൊ അത്രയും സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിന്റെ നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ആ ഒരു ഫീല്, ആ പ്രസന്റേഷൻ ഫീൽ ഉണ്ടല്ലോ, ആ ഒരു കഥയുടെ ഒരു ഫീല്, ഒരു 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 എന്താ പറയാ, ഒരു ഗദ്ഗതം നിറഞ്ഞൊരു ഫീല്, ഒരു പാത്തോസ് ഫീല് നിന്റെ പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് സങ്കടം വരുന്ന രീതിയിലുള്ള ആ ഒരു കഥ, ആ സങ്കടം വരുന്ന രീതിയിൽ പ്രസന്റ് ചെയ്തത് നന്നായിരുന്നു. ഹലോ, അതുപോലെ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ചോദ്യമാണ്. ഈ കഥ ഏത് കാലഘട്ടത്തിലാണ് എഴുതിയിട്ടുള്ളത്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നു. രചന, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 2007 ആ ഒരു കാലത്താണെന്ന് തോന്നുന്നു എഴുതിയിട്ടുള്ളത്. വർഷം കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഓക്കെ. ഇത് പബ്ലിഷ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ അധികം ഇപ്പൊ കാണാൻ ഇല്ലാത്ത ഈ നായാടികളെ ഇപ്പൊ നമുക്ക് പൊതുവെ നമ്മുടെ നാടുകളിൽ മുന്നേ നമ്മുടെ ചെറുപ്പത്തിൽ കണ്ടിരുന്ന പോലെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഈ വർഗത്തിൽപ്പെട്ടവര് ഇതുപോലെ ആ വിഭാഗത്തിൽപ്പെട്ടവര് ഇതുപോലെ വളർന്ന് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർ ഫേസ് ചെയ്യണ കാര്യങ്ങളൊക്കെയാണ് ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ജസ്റ്റ് കേട്ടപ്പോ ഈ കഥ രചിക്കപ്പെട്ടത് എപ്പോഴാണ് എന്ന് കൗതുകം തോന്നി. അപ്പം ചോദിച്ചത് മാത്രം. ഇത് ആക്ച്വലി കഥയല്ല, റിയൽ ഒരു സ്റ്റോറി അല്ലേ ഇത്. ഇദ്ദേഹത്തോട്, ഈ ജയമോഹനോട് ഏതൊരു IAS ഓഫീസർ പറഞ്ഞ ഒരു കഥ, കഥാപാത്രങ്ങൾ മാറ്റി എഴുതപ്പെട്ടൊരു ഒരു കഥയല്ലേ ഇത്? സോറി, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇത് യഥാർത്ഥത്തിൽ നായാടി വിഭാഗത്തിൽ പഠിച്ച IAS ഓഫീസറായ ഒരു വ്യക്തി ജയമോഹനോട് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അതിന്റെ ബേസിലാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിട്ടുള്ളത്. അത് സോറി, ഞാനത് പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ചോദിക്കാനോ ഉണ്ടോ? ഓക്കെ, അപ്പോൾ റമിത മിസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ?